ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് ചാകരയോട് ചാകരയാണ് ഗൈസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്ക് ഇരിക്കപ്പുറതില്ലാത്ത അവസ്ഥയാണ്. കാര്യം പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തർ കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയാണ്. അപ്പോൾ പിന്നെ നമുക്കും കുറേ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരാം ഗൈസ്. എന്നിട്ട് അതല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നത്. നമ്മുടെ പൈസയ്ക്ക് ഇവന്മാർ നടന്മാരായിട്ട് നമ്മളെ ഊഞ്ഞാലടിക്കാൻ നോക്കുന്ന, അപ്പോൾ പിന്നെ നമ്മൾ വിടുവോ? കുരിശ് കയറ്റേണ്ടവനെയൊക്കെ. അപ്പം നമുക്ക് കണ്ടന്റിലോട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഈ വീഡിയോയിൽ കുറേ വീഡിയോസ് ഞാൻ പഴയതും പുതിയതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സോ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ തിലകൻ ചേട്ടൻ്റെ മകള് പുള്ളിക്കാരത്തിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ സിനിമയെ പോലും ഇല്ല, ആലോചിച്ച് നോക്കണേ. എന്നിട്ട് അവർക്ക് ഈ ഗതികേട് വന്നു. അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാതെ. അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം, എനിക്ക് മോളോട് സംസാരിക്കണം. മോളെന്നാണ് എന്നെ വിളിച്ചത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ, അതിന് നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്തുകൊണ്ടാണ് ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത്. ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തുകൊണ്ട് വെക്കുന്നു? ഇവർക്ക് അതിന്റെ മുകളിലുള്ള ആധിപത്യം, എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാമെന്നുള്ള ആധിപത്യം. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തിലകൻ സാറ് മരിച്ചതിന് ശേഷം പുള്ളിക്കാരനെ ആ ഒരു സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിന് മാപ്പ് പറയണമെന്നും പറഞ്ഞ് പുള്ളിക്കാരത്തിയെ ഒരു പ്രമുഖ നടനോ സംവിധായകനോ ആരോ ഒരാൾ ബന്ധപ്പെട്ടു. അവരെ മകളെ പോലാണ് ഇത്രയും നാൾ കണ്ടത്. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇവരെ ഒരു ദിവസം ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് എനിക്കൊന്ന് കാണണം. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ, ഇല്ല എനിക്ക് നേരിട്ട് മാപ്പ് പറയണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വന്ന വാട്സപ്പ് മെസ്സേജും മറ്റേ കാര്യങ്ങളെല്ലാം മറ്റേ ദിങ്ക് അതായിരുന്നു ഗൈസ്. മൊത്തം കുൽസി പരിപാടി. അപ്പോഴേ പുള്ളിക്കാരത്തി കാര്യം പിടിയിട്ട് നൈസായിട്ട് ഒതുക്കി വിട്ട്. പുള്ളിക്കാരത്തി ഇപ്പോൾ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് പറഞ്ഞത്. സിനിമയ്ക്ക് പുറത്തുള്ള അവർക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് അകത്തുള്ള ആളുകൾക്ക് എത്രമാത്രം ക്രൂരത അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവർ ഇപ്പോൾ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞത്. ആരുടെയും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ആവശ്യം വന്നാൽ എല്ലാത്തിൻ്റെ പേരെടുത്ത് പുറത്ത് പറയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവർ പറയുന്നുണ്ട്, 15 അംഗ പവർ ടീം. ഈ പവർ ടീമിലുള്ള പല ആൾക്കാരും ഇപ്പോൾ ഇല്ല. എന്ന് വെച്ചാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ സമയത്ത് 2019 ആ സമയത്ത് ആ റിപ്പോർട്ടുള്ള പല ആൾക്കാരും ഇപ്പോഴില്ല എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നുണ്ട്. അങ്ങനെ കുറേ ടീംസ് അതിനകത്തുനിന്ന് പിന്മാറിപ്പോയി. എന്നാലും നമ്മുടെ പ്രമുഖന്മാർ ഇപ്പോഴും അതിനകത്തുണ്ട്. എനിക്കതല്ലേ മനസ്സിലാത്ത, ഇവന്മാർക്ക് എന്തൊരു കന്നിമാസത്തിലെ പട്ടികൾക്ക് പോലും കാണത്തില്ല ഇത്രയും ചൊറിച്ചില്. ഇവന്മാർ ഈ പൈസ ഇല്ല. എന്നിട്ട് പിന്നെ എവിടെങ്കിലും വല്ല വെടിപ്പുരെല്ലാം കാണുമ്പോൾ ഇവന്മാർക്ക് പടക്കോ എന്ന് വെടിവെച്ചാൽ പോരെ. ഇവന്മാർക്ക് ആരെ കണ്ടാലും ഇത് ഇങ്ങനല്ല, കൊടിമരം പോലെ ഇങ്ങനെ നിൽക്കും. ഇതെന്താണോ എന്തോ ഇങ്ങനെ, സിനിമക്കാരല്ലേ ഇങ്ങനെയാണ്? എനിക്കത് മനസ്സിലാവാത്തത്. ഈ ഓവറായിട്ട് വിനയം കാണിച്ചു വരുന്ന ടീംസിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവന്മാർക്ക് ചിലവന്മാർ കൊണ്ട് ഇച്ചിരി കാണുമ്പോൾ ഭയങ്കര ആക്ടിങ് ആയിരിക്കും. ഇവന്മാരായിരിക്കും മെയിൻ ഉടായ്പകൾ. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് തിലകൻ ചേട്ടൻ പണ്ട് കൊടുത്ത ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അന്നത് ആരും മുഖവരക്കെടുത്തില്ല. ഇപ്പോൾ അതിന് നല്ല ഒരു മാർക്കറ്റ് വാല്യൂ. കാര്യം പുള്ളിക്കാരൻ അന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഇപ്പം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ആഹാ കൊള്ളാമല്ലോ, കറക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞത്. ഈ ഒരു ജോത്സ്യം വല്ലതും ആയിരുന്നോ എന്തോ. കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് പോയത്. ഇതൊന്ന് കാണാൻ പുള്ളിക്കാരൻ ഇല്ലാതായി പോയല്ലോ, അതേ ഉള്ളൊരു വിഷമം. ഈ മെയിനായിട്ട് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞത് മൊത്തം ഈ അമ്മയെന്ന് പറയുന്ന സംഘടനയും അത് കൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മാഫിയയെ പറ്റിയാണ്. കൃത്യമായിട്ട് ഈ ഒരു മാഫിയയെ പറ്റി തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തും പറയുന്നത്. 14 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. ഇവർക്ക് എതിരെ ഇയാൾ പ്രവർത്തിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഈ സംഘടനയ്ക്ക് അകത്ത് പറയേണ്ട കാര്യങ്ങൾ തിലകൻ ചേട്ടൻ വന്ന് പുറത്ത് പറഞ്ഞു. അത് കാരണമാണ് ഇദ്ദേഹം അമ്മ വിട്ട് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പം പല കുണാണ്ടർമാർക്കും അതിൻ്റെ മേളിലിരിക്കുന്ന പല ടീംസിനും ഒരു കിലുക്കം ഫീൽ ചെയ്തു. അപ്പോഴത്തേക്ക് എല്ലാവരും തിലകൻ ചേട്ടനെതിരെ പ്രതികരിച്ചു. സൂപ്പർ താരങ്ങളല്ലേ, തിലകൻ ഒരു സൂപ്പർ നടനല്ല. ഒരു നല്ല നടനാണെങ്കിലും നമ്മൾ സൂപ്പർ താരങ്ങൾക്കായിരിക്കും അന്ന് വില കൊടുത്തത്. കാര്യം അവരെയൊക്കെ നമുക്ക് അത്രത്തോളം വിശ്വാസമാണ്. എന്തായാലും തിലകൻ ചേട്ടൻ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് അമ്മയോട് ബഹുമാനമാണ്, എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോട് എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിക്കുന്നു പറയരുത്, അങ്ങനെ പറയുന്നുണ്ട്. അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോട്. പക്ഷേ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്, ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. അതുപോലെ തന്നെ ഫെഫ്കയും. ഇനി പറയാം ക്രിസ്ത്യൻ പ്രദേശ് എന്ത് സംഭവിച്ചു. ക്രിസ്ത്യൻ പ്രദേശ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ ഇവിടെ വന്നിരുന്നു ഈ കസേരയിൽ ഇരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു. അതിന് മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാൻ. മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. ദിലീപിനെ പറ്റിയാണ് പറഞ്ഞത്. ആ ഒരു ശത്രുത ഉണ്ടാവാൻ ഒരു റീസൺ ദിലീപ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. മമ്മൂക്ക കരഞ്ഞുപോയി പ്രസംഗിച്ച്. അപ്പോൾ തിലകേട്ടൻ ചാടി എഴുന്നിട്ട് പറഞ്ഞു, ഇത് കള്ളക്കണ്ണീരാണ്, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ആരും ഇങ്ങനെ മിണ്ടാതിരിക്കുക, പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. ഞാൻ അവിടുന്ന് ചാടി എഴുന്നേറ്റു.
ചാടി എഴുന്നേറ്റ് തിലകൻ്റെ അടുത്ത് നിന്ന് കൈ ചൂണ്ടി ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് തെറ്റ് ചെയ്തത്. ഞാൻ നിങ്ങളുടെ സിനിമയിൽ 1-2 സിനിമ നിങ്ങളുടെ മകനായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് നിങ്ങൾ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ തെറ്റ് ചെയ്തു. അതിനെ ആ വലിയ മനുഷ്യൻ പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ തിലകൻ എന്നെ അടിമുടി നോക്കിയ നോട്ടം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ കൈ പോലും, കാരണം എനിക്ക് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതാണ് മെയിനായിട്ട് ഈ ദിലീപിനെ ശത്രുവായിട്ട് തിലകൻ കാണാനുള്ള റീസൺ എന്നാണ് ദിലീപ് പറയുന്നത്. നമുക്ക് തിലകൻ ചേട്ടൻ്റെ വാദം നമുക്ക് അറിയത്തില്ല, പുള്ളിക്കാരൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നു. ഞാൻ എൻ്റെ ഒരു മകൻ്റെ സ്ഥാനത്ത് വിളിച്ചു സംസാരിച്ചു. ഞാൻ ഇനിയും ചേട്ടനെ കാണാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ പ്രദേശ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു. എൻ്റെ 25 ദിവസമാണ് മേടിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ പ്രദേശ് നടന്നില്ല. അതിന് സുബേർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം ഇത് ചേംബർ ഓഫ് കൊമേഴ്സ് സമ്മതിക്കുന്നില്ല. കാരണം 3.5 കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കാൻ തീരുമാനമുണ്ട്. അതുകൊണ്ട് സമ്മതിക്കുന്നത് 10 കോടി രൂപയെങ്കിലും വരും. ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട്. തമിഴ്നാടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട്. എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത്. ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല, മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബേർ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ കൂരിക്ക് താഴെ പറഞ്ഞാണ്. എന്തുകൊണ്ട് ഈ സുബേർ എന്നെ മാറ്റി? ഞാൻ സുബേറിനെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് വിളിച്ചു, എന്ത് പറ്റി സുബേറെ? സുബേറിനോട് പറഞ്ഞത്, ചേട്ടാ അവർ സമ്മതിക്കുന്നില്ല. ഞാൻ ചാരണി അവരൊന്നും അത് പിന്നെ ഈ ഫെഫ്ക അമ്മയൊന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന്. ഞാൻ സുബേറിനോട് ചോദിച്ചു, ഇവർക്ക് എന്ത് കാര്യം പറയാൻ, ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം പറയാൻ? ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിലെ നിഷേധിക്കലാണോ ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം? അതാണ് അവിടെ നയം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ, അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാള അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരുണ്ട്. അവരെല്ലാം നിരോധിച്ചിരിക്കണം. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാർ ഒരാൾ പറഞ്ഞു. അദ്ദേഹത്തിന് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പോലും, അദ്ദേഹത്തിന് പ്രസ്റ്റീജ് ഇഷ്യൂ. അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം. ആരാണോ സൂപ്പർ സ്റ്റാർ? പുള്ളിക്കാരൻ അന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊഴിൽ നിഷേധം. ഇവരെ ഈ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കരുത്. ക്യാപ്റ്റൻ രാജു, മാള അരവിന്ദൻ ഇവരൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്, പിന്നെ സിനിമയിലൊന്നും ഇവരെ കണ്ടിട്ടില്ല. കാര്യം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ അവരൊന്നും സിനിമ ഇല്ലാതെ പിന്നെ പോയത്. അന്നേരം സിനിമയിലുള്ള ഒരു സൂപ്പർ താരമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നാണ് തിലകൻ ചേട്ടൻ അന്ന് പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഒരു വീഡിയോ കൂടെ കാണിക്കാൻ കഴിയും. അന്നേരം നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം പിടികിട്ടും. ചിലപ്പം അദ്ദേഹമായിരിക്കും തിലകൻ ചേട്ടൻ ഉദ്ദേശിച്ച ആ ഒരു സൂപ്പർ താരം. എന്നെയും സംഘടനയും വേറിട്ട് നിർത്തിയും അല്ലെങ്കിൽ സംഘടനയുടെ മുകളിലാണ് മമ്മൂട്ടി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട്. അപ്പൊ തിലകൻ ചേട്ടൻ അന്ന് പറഞ്ഞ ആ ഒരു നടൻ ആരാണ്? നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടന പലരുടെയും ജോലി, പലരുടെയും തൊഴിൽ വിലക്കിയിട്ടുണ്ട്. ഇന്ദ്രൻസ് അടക്കമുള്ള ആൾക്കാരുടെ തൊഴിൽ വിലക്കിയിട്ടുണ്ട്. കാരണം എന്താണ്? ഇന്ദ്രൻസ് നമ്മുടെ വിനയന്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അഡ്വാൻസ് മേടിച്ചിരുന്ന സമയത്താണ് ഈ പറയുന്ന അമ്മയുടെ കുണാണ്ടന്മാർ വിളിച്ചിട്ട് പറയുന്നത് ആ ഒരു സിനിമയിൽ അഭിനയിക്കരുത്. അത് ഇന്ദ്രൻസ് തിലകൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞെന്ന് തിലകൻ ചേട്ടനെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ പലരുടെയും വിനയനുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരുടെയും തൊഴിൽ വിലക്കിയിട്ടുണ്ട്. എന്തിനു കൂടുതൽ പറയണം? തിലകൻ ചേട്ടൻ്റെ മോനായിട്ടുള്ള ഷമ്മി തിലകന്റെ തൊഴിൽ വരെ മുകേഷും ഇന്നസെന്റും ഇടപെട്ട് വിലക്കിയിട്ടുണ്ട് എന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി തിലകൻ ചേട്ടൻ പത്മപ്രിയയെ പറ്റി പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. പത്മപ്രിയ എന്ന് പറയുന്ന നടിയെ ഒരു സംവിധായകൻ ആ പിന്നെ ലൊക്കേഷനിൽ അവിടെ ക്യാമറ ബ്ലോക്കിൽ വെച്ച് തല്ലിയെന്നാണ് ഞാൻ അറിഞ്ഞത്. തല്ലിയപ്പോൾ ആ യൂണിറ്റിലുണ്ടായിരുന്ന ആരും അതിനെതിരായി പ്രതികരിച്ചില്ല. നല്ല സ്വഭാവമാണോ? ഞാനുണ്ടായിരുന്നു, ഞാൻ പ്രതികരിച്ചത്, ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവിടെ സംഭവിച്ചല്ലോ അത് തന്നെയാണ്. പത്മപ്രിയ ഒരു ചെറിയ നടിയല്ല. ആ സമയത്ത് ഇപ്പം പുള്ളിക്കാരത്തെ എവിടാന്ന് അറിയത്തില്ല, മുൻനിര നടിയായിട്ട് അഭിനയിക്കുന്ന നടിയാണ്. പുള്ളിക്കാരത്തെയാണ് സംവിധായകൻ കർണത്തടിച്ചെന്ന് പറയുന്നത്. അതൊരു കുഞ്ഞും പുറത്തറിഞ്ഞിട്ടില്ല. ഒരു സംഘടനയും അതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഈ അമ്മയെന്ന് പറയുന്ന സംഘടന സത്യത ചെയ്തുകൊണ്ടിരിക്കുന്നത് മാമാപ്പണിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഇവർ പോയ വിക്ടിമിനെ സമാധാനിപ്പിച്ച് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെ അങ്ങ് വശത്താക്കും. എന്നിട്ട് ആ ഒരു പ്രശ്നം ആരും അറിയാത്ത രീതിയിലും ഒതുക്കി കറക്റ്റ് വരുമ്പോൾ ഈ മാമാപ്പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അമ്മയെന്ന് വിളിക്കല്ല്, പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാമാന്നാക്കണം. കേസ് വന്നപ്പോഴത്തേക്ക് ഈ പരിപാടി നടന്നില്ല. ഈ പരിപാടി നടക്കുന്നതിന് മുമ്പേ മീഡിയയും കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് അവിടെ നിന്നാണ് ഇതിന്റെ എല്ലാത്തിൻ്റെ തുടക്കം. എല്ലാവരും എക്സ്പോസ് ആവാൻ തുടങ്ങി അന്ന് തൊട്ടാണ്. പക്ഷെ 2019 1,06,55,000 രൂപ മുടക്കി ഉണ്ടാക്കിയ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നത്, പെട്ടിക്കകത്ത് പൂഴ്ത്തി വെച്ചിട്ട് പുറത്ത് വന്നത് 2024 ഓഗസ്റ്റിലായി. അത് വന്നതോ പേരുമില്ല, നാളുമില്ല, ഒരു കിണയുമില്ല. ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ നികുതി പണം എടുത്തിട്ട് ഈ ഒരു റിപ്പോർട്ടിന് ഇത്രയും പൈസ മുടക്കിയിട്ട് ആ ഒരു മുടക്കിയ പൈസയ്ക്ക് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ, ഒരു പേരും നാളും ഒന്നും ഇല്ലാത്ത ഒരു സാധനം പടച്ചിഞ്ഞ് വിട്ട് നമ്മളിത് വിഴുങ്ങണം. സ്റ്റിൽ ഈ തോന്നിവാസം കാണിച്ച നടന്മാരല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, ബാക്കിയുള്ള ആളുകൾ അവർ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക അമ്മയുടെ പരിപാടിക്ക്. മനസ്സിലായ? അവിടെ ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക, വൻ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് ഒന്നും അറിയണം, അവരുടെ പരിപാടി ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് മുഖ്യം. കഴിഞ്ഞില്ല ഗൈസ്, ഇനിയും. ശ്രീനാഥ് എന്ന് പറയുന്ന ഒരു നടൻ, പഴയ നടനാണ്, പലർക്കും അറിയായിരിക്കും, ഫോട്ടോ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തൊരു കേസ്
ഒരുപ്പെട്ട എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് തിലകൻ ചേട്ടൻ്റെ ഒരു സ്പീച്ച് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ച്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു ഇതൊരു മരണമല്ല, ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന്. പക്ഷെ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഒരാളോട് ഞാൻ ചോദിച്ചു എന്താണ് പുറത്ത് പറഞ്ഞാൽ, ചേട്ടാ നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകില്ല, അതുകൊണ്ടാണ്. എത്രയോ ചെറിയൊരു കാര്യമാണത്. ശ്രീനാഥിന്റെ ജീവൻ ഇത്രയ്ക്ക് വിലയേ ഉള്ളൂ എന്ന് ഞാൻ കരുതി. ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ലൊക്കേഷനിലെ പോട്ടെ അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞവിടെ വന്നവർ, അതിലൊരാള് പൂജപ്പുരക്കാരനാണ്, ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ്. അയാളാണ് എന്നെ ഇപ്പോ സീരിയലിൽ നിന്നും ഇരിക്കുന്നത്. അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത്, ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇവിടുന്ന് കൊണ്ടുപോയതുപോലെ എനിക്ക് എന്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഈ പൂജപ്പുരക്കാരൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. അവർ വീണ്ടും അങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കാൻ. എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം? അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ. മറ്റൊരു സംശയം എനിക്കുണ്ടായത്, കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ്, ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ്. എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത്? ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, അതും ഫോറൻസിക്കിൽ. എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. ശ്രീനാഥിന്റെ ആ ഒരു മരണം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ സജീവമായിട്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഇങ്ങനെ കുടിച്ച് നശിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് ഷിക്കാർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ഒരു ഓഫർ വരുന്നത്. മോഹൻലാലാണ് ഓഫർ കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അറിയില്ല. അങ്ങനെ ആ ഒരു ഷൂട്ടിങ്ങിനിടയിൽ ഹോട്ടൽ മുറിയിൽ വെച്ചിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. കൈ മുറിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ്. സോ ഇപ്പോഴും ഇത് സൂയിസൈഡ് ആണോ മർഡർ ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പൊ തിലകൻ ചേട്ടനകത്ത് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, കോതമംഗലത്ത് മരിച്ച ഒരു വ്യക്തിയെ എന്തിന് ആലപ്പുഴയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുവന്നു? എൻ്റെ അറിവിൽ ഒരാളുടെ ഭാര്യ മാത്രമേ ഉള്ളൂ ഫോറൻസിക്കിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന ഡോക്ടർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത് എൻ്റെ ഭാര്യയാണ്. റെക്കോർഡ് നമ്പറാണ്. 20,000-ൽ പരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ജഗദീഷ് അണ്ണന്റെ ഭാര്യയെ പറ്റി ആയിരിക്കും ഈ പറയുന്നത്. ഈ സൂയിസൈഡ് ചെയ്തതിന്റെ റീസൺ ആയിട്ട് ഇപ്പോഴും ആൾക്കാർ പറയുന്നത് പുള്ളിക്കാരനെ ആ ഒരു സിനിമയിൽ നിന്ന് ഒഴിവാക്കി, ഈ ഷിക്കാർ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് ഒഴിവാക്കി. അതിൽ മനം നൊന്ത്, പുള്ളിക്കാരൻ ഓൾറെഡി ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലായിരുന്നു, കുടിയനായിരുന്നു, അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. സോ അയാളുടെ കരിയർ ഇല്ലാതാക്കുന്ന രീതിയിൽ പോയപ്പോഴത്തേക്ക് അയാൾ വേറെ മാർഗ്ഗമില്ലാഞ്ഞിട്ട് അങ്ങേര് ആത്മഹത്യ ചെയ്തു. സെയിം സിറ്റുവേഷനിൽ കൂടാണ് തിലകൻ സാറും കടന്നു പോയിരിക്കുന്നത്. പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തില്ല, അതിനെതിരെ പ്രതികരിച്ചു എന്ന് മാത്രം. ഇതോടൊപ്പം തന്നെ ഈ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട് വേറെ 2 പേരും കൂടെ തൊഴിൽ നിഷേധിച്ചതിന്റെ പേരിൽ ഈ ഒരു ഫീൽഡിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന്. അവരൊന്നും വലിയ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരല്ലാത്തതിന്റെ പേരിൽ അവരുടെ പേരൊന്നും പുറത്തോട്ടും വന്നിട്ടില്ല. തൊഴിൽ നിഷേധം, അടിച്ചമർത്തൽ, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം പൊക്കിക്കൊണ്ടുവരിക, അവരുടെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം സിനിമ കൊടുക്കുക, ബാക്കിയുള്ള എല്ലാവരെയും ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അടിച്ച് വെളിക്കളയുക എന്നുള്ള ഒരു നയമാണ് ഈ അമ്മയെന്ന് പറയുന്ന സംഘടന സത്യം പറഞ്ഞാൽ നടത്തിക്കൊണ്ടിരിക്കണം. ഇവർ ചെറിയ ചെറിയ സഹായങ്ങൾ ഓരോരുത്തർക്കും ചെയ്തിട്ട് വലിയ വലിയ ദ്രോഹങ്ങളാണ് പല നടന്മാർക്കും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ടല്ലോ, ഈ 15 അംഗ പവർ ഗ്രൂപ്പ്, അത് ഇന്നും ഇന്നലെ തുടങ്ങിയതായിരിക്കത്തില്ല. ഈ ഒരു സംഘടന രൂപീകരിച്ച അന്ന് തൊട്ട ഈ ഒരു സാധനമുണ്ട്. അതിങ്ങനെ കാലാകാലങ്ങളായി ഓരോരുത്തരുടെ കയ്യിൽ കൈമാറി വരുന്നു. അന്നും ഇന്നും അതിന്റെ തലപ്പത്തിരിക്കുന്നത് നമ്മുടെ സൂപ്പർ താരങ്ങൾ തന്നെയാണ് എന്ന് മാത്രം. ഇനി വേറൊരു ന്യൂസ് കാണിക്കാൻ ഗൈസ്. നമ്മുടെ നടി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് നമ്മുടെ പാർവതി തിരുവത്ത് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്, പഴയ ഒരു ഇന്റർവ്യൂ. I had to go and perform a very happy scene right after hearing this, and I couldn't imagine it because എനിക്ക് അറിയാം what it feels like to be helpless in such a situation. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോടെ കടന്നു പോയിട്ടുള്ള ആളാണ്. To call out for help and not understand what's happening, and നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക എന്താണെന്ന് എനിക്ക് അറിയാം. പേരുകൾ തുറന്നു പറഞ്ഞ് ആരെയും ശിക്ഷിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സർവ്വസാധാരണമാണെന്നും നിരന്തരം തുടരുകയാണെന്നും സ്ത്രീ സമൂഹത്തെ അറിയിക്കേണ്ട ബാധ്യതയുണ്ടെന്നും പാർവതി പറഞ്ഞു. പീഡനത്തിനിരയായത് തുറന്നു പറയുന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. And those people who did that, they are the criminals. But I'm not a victim there. I came out of that because I can talk about it. സഹപ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് ലൈംഗിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നതെന്നും പാർവതി പറഞ്ഞു. Have I been sexually harassed by my colleagues? Yeah, I have. But I'm not saying that to അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല. I'm saying that because ഇത് റെഗുലറായിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയുകയാണ്. യു ആർ നോട്ട് എ മൈനോറിറ്റി. അന്ന് പാർവതി തുറന്നു പറഞ്ഞ കാര്യമാണ്, പുള്ളിക്കാരി ഈ പറയുന്ന പോലെ സെക്ഷലി ഹരാസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷെ പേര് പറയൂല, ആരുടെയും പേര് പറയൂല. എല്ലാത്തിനും കൊടിയും പിടിച്ച് എല്ലാവരും മുന്നിൽ കാണും, പക്ഷെ ആരുടെയും പേര് പറയത്തില്ല. ഇന്ന് നടി രേവതി പറയുന്നുണ്ടായിരുന്നു ആരുടെയും പേര് പുറത്തു വിടല് പ്രൈവസിയെ മാനിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ടും ഇത്രയും പൈസ ചെലവാക്കി വെറുതെ ഇങ്ങനെ ചെയ്യുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. ഒരുത്തന്റെ എങ്കിലും പേര് പുറത്തു വന്നാലല്ലേ നാളെ ഒരുത്തൻ വന്നത് ചെയ്യാതിരിക്കത്തുള്ളൂ. ഈ പ്രൈവസി തേങ്ങാക്കോല എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്കറിയാം,
പുറത്തുവിടാനൊന്നും പോകുന്നില്ല. ഇന്ന് നാളെ മറ്റന്നാൾ ഈ സാധനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടുന്ന അമ്മയെന്ന് പറഞ്ഞ സംഘടനയ്ക്ക് നേരെയാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അവരാണ് ഈ പറയുന്ന പവർ ഗ്രൂപ്പ്. ജനറൽ ബോർഡ് മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് കുറെ എണ്ണം നിരന്നിരിക്കുമല്ലോ, അവരൊക്കെ തന്നെ ആയിരിക്കും ഈ പറയുന്ന പവർ ഗ്രൂപ്പ്, വേറെ ആരുമല്ല. ഇതിനെപ്പറ്റി സുരേഷ് ഗോപിയുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുപോകാം ഗൈസ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങൾ എന്ത് അത് സംഘടനകൾ എടുക്കട്ടെ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഇതിനകത്ത് ആക്റ്റീവായിട്ട് കുറെ കാലമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള വീഴ്ചകൾ എന്താണ്, പലരും കംപ്ലൈന്റ് ചെയ്ത് പുറത്തു പോയപ്പോഴും എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സ്ഥിതി തുടരുന്നു. സുരേഷ് ഗോപി പണ്ട് മുതലേ ഈ അമ്മയെന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് വിട്ടിരിക്കുന്ന ഒരാളാണ്. അതിനകത്ത് ആക്റ്റീവ് അല്ല. അതിനകത്തുള്ള കാരണങ്ങൾ എന്താണെന്ന് പുറത്ത് പറയാൻ പറ്റത്തില്ല എന്ന് പുള്ളിക്കാരൻ പഴയ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. ജനറൽ ബോഡിയിൽ പങ്കെടുക്കില്ല, അത് പങ്കെടുക്കില്ല തന്നെയാണ്. അവനെ ജീവിതം നിർത്തേണ്ടി വന്നാലും പങ്കെടുക്കില്ല. എന്തുകൊണ്ട്? അതങ്ങനെയാണ്. പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ്. പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അഭിനയ ജീവിതം നിർത്തേണ്ടി വന്നാൽ പോലും പങ്കെടുക്കില്ലെന്ന് അത്രയും കട്ടായം പിടിച്ച് പറയണമെങ്കിൽ അതിന് പുറകിൽ സോളിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവും. അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സൂപ്പർ താരത്തെ പറ്റി സുരേഷ് ഗോപി പഴയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് കേട്ടു. ഇടവേളയ്ക്ക് ശേഷം സലാം കാശ്മീരിലൂടെ തിരിച്ചുവരവിനൊരുങ്ങുന്നതിനിടെയാണ് മമ്മൂട്ടിയുമായുള്ള പിണക്കം ആവർത്തിച്ച് വ്യക്തമാക്കി സുരേഷ് ഗോപി രംഗത്തെത്തിയത്. എന്നാൽ പിണക്കത്തിന്റെ കാരണം പറയാൻ അദ്ദേഹം തയ്യാറായില്ല. സുരേഷ് ഗോപിയുടെ പണക്കത്തിന് കാരണം ഇതായിരുന്നു എന്ന് തോന്നിപ്പിക്കുമാറ് ഒരു കാരണം എഴുതും. അതൊന്നും അല്ല കാരണം. ആ കാരണം പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ തല്ലാനായിട്ട് നിങ്ങളും കൂടെ എൻ്റെ കൂടെ നിൽക്കും. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയത്തില്ല. അത് എൻ്റെ മാന്യതയായിരിക്കണം. ഞാൻ പറഞ്ഞ എൻ്റെ മാന്യതയ്ക്ക് ക്ഷതമേൽക്കും. മമ്മൂട്ടിയുമായിട്ടുള്ള പിണക്കം മാറിയോ എന്ന് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ മറുപടിയാണ്. അതിന്റെ റീസൺ പറയാൻ നിന്നാൽ കേട്ടോണ്ടിരിക്കുന്നവരോടെ വന്ന് അവരെ തടിക്കാൻ പോകുന്നു എൻ്റെ കൂടെ. മമ്മൂട്ടി കുറ്റക്കാരനാണ്, മമ്മൂട്ടി കുറ്റം ചെയ്തു എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ കുറ്റം കണ്ടിട്ട് കണ്ണടച്ചിട്ടുണ്ടാവും, അത് 100% ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കും ഈ ഒരു പിണക്കത്തിന്റെ കാരണം. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2 കൊല്ലം മുമ്പ് സുരേഷ് ഗോപി കൊടുത്ത വേറൊരു ഇന്റർവ്യൂ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഇതൊന്ന് കേട്ടു. ആഴത്തിലുള്ളതാണ് സൗഹൃദങ്ങൾ ഉള്ളതെല്ലാം, ആഴത്തിലുള്ളതാണ്. ചിലതൊക്കെ ഉലയും, പക്ഷെ വളരെ ആഴത്തിൽ പതിഞ്ഞത് ഇപ്പം മമ്മൂക്കയുടെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നാൽ ഞാൻ മമ്മൂട്ടിയ എന്ന് പറഞ്ഞ ആരെങ്കിലും എനിക്ക് ഫോൺ തന്നാൽ ഞാൻ എഴുന്നേറ്റ് തന്നെ സംസാരിക്കും. ഇപ്പോ പറഞ്ഞു കേട്ടല്ലോ, ഇപ്പോ മമ്മൂക്കയുടെ ഒരു ഫോൺ കോൾ വന്ന എണീറ്റ് ഞാൻ സംസാരിക്കും. ആ ഇപ്പോഴേക്കകത്തൊരു സ്ട്രെസ് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. ബാക്കിയോടെ കേട്ടു. ആ ആഴമുണ്ട്, പക്ഷെ ഉലച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. അതില്ലാന്നൊന്നും ഞാൻ പറയില്ല. അതിന് ഞാൻ ഒരിക്കലും കാരണക്കാരനായിട്ടില്ല, കാരണക്കാരനാവുകയുമില്ല. ഉലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രതികരണമാണ് ഇതിന് തൊട്ട് മുമ്പ് കാണിച്ച വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചേക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ ഇതുപോലുള്ള ചെറ്റ പരിപാടികൾക്ക് കൂട്ടുനിന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ഇവരിത് കണ്ടില്ലെന്ന് അടിച്ച് നിന്നിട്ടുണ്ടാവും, ഉറപ്പാണ്. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാതെ ബൊമ്മകളെ പോലെ ഒന്നും മിണ്ടാതെ കണ്ണ് കെട്ടി നിന്നിട്ടുണ്ടാവും. അതായിരിക്കും ഈ തിലകൻ ചേട്ടനും സുരേഷ് ഗോപിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നത്. തിലകൻ സാറും അവിടെ മമ്മൂക്കായും തമ്മിലായിരുന്നു പ്രശ്നം. ഇവിടെ സുരേഷ് ഗോപിയും മമ്മൂക്കയും തമ്മിലാണ് പ്രശ്നം. വൈ ഓൾവേസ് മമ്മൂക്കായിട്ട് പ്രശ്നം വരുന്നു? മോഹൻലാൽ അല്ലെങ്കിലും ഇച്ചിരി സൂചിപ്പിച്ചിരിക്കാൻ പുള്ളിക്കാരൻ പണ്ടേ എടുക്കണം. അത് തിലകൻ സാർ തന്നെ പല ഇന്റർവ്യൂവിനും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പണ്ട് നമ്മൾ കണ്ട് കുറച്ച് ചിരിച്ച സാധനമാണ്, പക്ഷെ ഇപ്പൊ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീല്. പൃഥ്വിരാജ് അവിടെ നോക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടിക്കൊതി. മമ്മൂട്ടി ഒരു ആഭാസനാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് പണ്ട് നമ്മൾ ഭയങ്കര കോമഡി ആയിട്ട് കണ്ട ഒരു സാധനമാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം, ഒരു പേര് ഒന്നും വെളിപ്പെടുത്താത്ത ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് ആരെ വേണമെങ്കിലും സംശയിക്കാം എന്നുള്ളൊരു നിലയിലോട്ടായിട്ടുണ്ട്. അതിനകത്ത് മമ്മൂട്ടിയും മോഹൻലാലും എല്ലാവരും പെടും. സോ ഇതൊക്കെ ജനങ്ങൾ ഇപ്പം കാണുമ്പോൾ എന്തോ സസ്പീഷ്യസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഇവർ ഈ റിപ്പോർട്ട് പുറത്തു വിടണം, അല്ലെങ്കിൽ ഈ പണ്ടാരം ഉണ്ടാക്കുകയും ചെയ്യരുതായിരുന്നു. കാരണം ഇവരോടുള്ള ബഹുമാനം ഇഷ്ടവും കൂടെ പോകുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗണേഷ് കുമാർ, പുള്ളിക്കാരനാണ് ആത്മയുടെ പ്രസിഡന്റ്. പുള്ളിക്കാരനാണ് പലരെയും സീരിയലിൽ നിന്ന് വിലക്കിയത്, സീരിയൽ അവസരം കൊടുക്കാതെ മാറ്റിയെന്ന് ഒരു ആരോപണം 2 ദിവസമായിട്ട് വരുന്നുണ്ട്. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ നടന്മാരെ ഒതുക്കിയിട്ട് ഞാൻ അറിയുന്നില്ല, എൻ്റെ അറിവിലില്ല. പിന്നെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ആൾക്കാരെ പറ്റി ഒന്നും പറഞ്ഞൂടെ. ഞാനാണ് ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൾ, ഇപ്പോഴും ഞാൻ തന്നെ പ്രസിഡന്റ്. ഞങ്ങളാരും വിലക്കായിട്ട് എനിക്കറിയില്ല. പുള്ളിക്കാരൻ തന്നെയാണ് ആത്മയുടെ പ്രസിഡന്റ്, ഇപ്പോഴും പുള്ളിക്കാരൻ തന്നെയാണ് പ്രസിഡന്റ്. പക്ഷെ ആരെയും പുറത്താക്കിയിട്ടില്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത്. ബാക്കിയോടെ കേട്ടു. അങ്ങനെ ഒരു നടൻ വന്നൊന്നും അയാളെ വിലക്കാറ് ഒരാളെയും ആത്മയിൽ ആരെയും വിലക്കാറില്ല. ഇന്നുവരെ ടെലിവിഷനിൽ അഭിനയിക്കാൻ വിലക്കാൻ ഒക്കത്തില്ലല്ലോ.
ഈ ടെലിവിഷൻ ആരാണ് അഭിനയിക്കുന്നത് തീരുമാനിക്കുന്നത് ചാനൽ, നിങ്ങൾ ചാനലുകാർ തന്നെയല്ലേ, അത് തന്നെ എടുത്താൽ പോരെ. നമുക്കങ്ങനെ വിലക്കാൻ പറ്റും? ചാനൽ ആവശ്യപ്പെടുകയാണ് ഇന്ന ഇന്ന ആളുകൾ അഭിനയിക്കണം എന്നല്ലേ, നിങ്ങൾ അറിയാത്ത കാര്യമല്ലോ, ചാനലുകാർക്ക് അറിയാമല്ലോ ആരെയൊക്കെ വേണം, നമുക്ക് ആർക്കാണ് മാർക്കറ്റുള്ളത്, ആരെ വെച്ച് ഈ പടം ഈ സീരിയൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ചാനലുകാരല്ലേ, ഞങ്ങളല്ലല്ലോ. ഗണേശണ്ണോ പറഞ്ഞു വരുന്നത് പുള്ളിക്കാരനല്ല തീരുമാനിക്കുന്നത്, ചാനലുകാരാണ് തീരുമാനിക്കുന്നത്. സീരിയലൊക്കെ സംപ്രേഷണം ചെയ്യുന്ന മെയിൻ ചാനൽ ആരാണ്? ഏഷ്യാനെറ്റ്. ഈ പറയുന്ന ഏഷ്യാനെറ്റിനെ പറ്റിയാണ് ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് അഖിൽമാരാർ പറഞ്ഞുകൊണ്ട് വന്നത്. ഇതിനേക്കാളും വലിയ പെണ്ണുപിടിയാണ് അതിനകത്ത് നടക്കുന്നത്. അഖിൽമാരാർ പറയാതെ പറഞ്ഞ 2 പേര് അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കായിരിക്കും അത് ബാധിക്കാൻ പോകുന്നത്. അവർ ഇതിന്റെ അപ്പുറമാണ് അവന്മാർ. ഇത് പടം മേടിച്ച് പന്തളത്ത് എന്താ പന്തം കൊളുത്തി പടയെന്നും പറഞ്ഞിരിക്കുന്ന ടീംസാണ് അവിടെ ഉള്ളവന്മാർ. ഈ കൂടെ കിടക്കാൻ വിളിക്കുന്ന പരിപാടി സിനിമയ്ക്കകത്ത് മാത്രമല്ല, നമ്മുടെ ടെലിവിഷനകത്തും ഉണ്ട്. മെയിനായിട്ട് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന ഷോയ്ക്കകത്ത് നല്ല രീതിയിലുണ്ട്. അതിനെപ്പറ്റി കൂടുതലും എന്നെ കൊണ്ട് പറയിപ്പിക്കൽ എൻ്റെ പൊന്നെ വേറെ ടോപ്പിക് ആവും പോകുന്നത്. എന്തായാലും നമ്മുടെ അമ്മയുടെ സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് പോകാം ഗൈസ്. ഇന്ന് നോക്കുമ്പോൾ വെള്ള ഡ്രസ്സ് ഇല്ല, വെള്ള ഡ്രസ്സ് തീർന്നു. അത് പ്രോപ്പറായിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് കിട്ടിയാലാണ് നമുക്കത് ഇടാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും വെള്ള ഡ്രസ്സ് ഇടാനാണ്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ എൻ്റെ വൈറ്റ് ഷർട്ടുകൾ തീർന്നു പോയി. അപ്പോൾ ഇടാൻ നോക്കിയൊരു ഷർട്ടിലാണെങ്കിൽ ഒരു ചെറിയ കറ വീണ പാടുണ്ട്. അപ്പോൾ അത് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ ഒരു നീല ഷർട്ട് ഇട്ടുകൊണ്ട് വന്നത്. സംഭവം അതാണ്, എന്നും പുള്ളിക്കാരൻ വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണല്ലോ വരുന്നത്. അന്നേരം ഇന്ന് വെള്ള ഡ്രസ്സ് ഇടാൻ നേരത്ത് അതിനകത്ത് ചെറിയൊരു കറ. ഇങ്ങനെയാണെങ്കിൽ ആൾക്കാർ കറവാരി എറിയുന്ന അവസ്ഥയിലോട്ട് വരും മിക്കവാറും. ഈ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ. എന്തായാലും പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഗൈസ്. ഇപ്പം അമ്മ സംഘടനയുള്ള ആരുടെ എന്തെങ്കിലും നമ്മൾ ഇതിനെപ്പറ്റി ചോദിക്കുവാണെങ്കിൽ അവരുടെ ഒരു മറുപടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഷൂട്ടിംഗ് വേളയിൽ മറക്കാനാവാത്ത ഒന്നല്ല 3-4 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മറന്നുപോയി. ഇതായിരിക്കും അമ്മ സംഘടനയുടെ നേതാക്കന്മാരുടെ മറുപടി. അവർക്കൊന്നും ഓർമ്മ കാണൂല ഗൈസ്, എല്ലാം കംപ്ലീറ്റ് മറന്നു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പറയും ഞാൻ മറ്റേ ബുക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല, ഇപ്പോൾ 5-6 പേജ് കൂടി വായിക്കാൻ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ടൊക്കെ തരാമെന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. ഇപ്പോൾ അവിടെ ഡാൻസും മേളമൊക്കെ നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ എവിടെ ബുക്ക് വായിക്കാൻ സമയമൊന്നും കിട്ടണ്ട. ഇതൊക്കെ സിമ്പിൾ പരിപാടിയല്ലേ. ഇത്രയും നാൾ പെട്ടിക്കത്തിരുന്ന റിപ്പോർട്ടല്ലേ, അന്നേരം പിന്നെ കുറച്ച് നാളുടെ പെട്ടിക്കത്തിരുന്ന് പറഞ്ഞ് പ്രത്യേകം സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവരില്ലേ, മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഈ ഒരു വകുപ്പെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വളരെ വലുതാണ് ഗൈസ്. നമ്മളത് പിടിച്ചാൽ പോലും നിൽക്കാത്ത ഒരു സംഭവമാണ്. ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ സർക്കാരിന് മാത്രമേ പറ്റത്തുള്ളൂ. അവർക്കാണെങ്കിൽ അതിനുള്ള കഴിവുമില്ല, ചെയ്യത്തുമില്ല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂടുതലൊന്നും ഞാൻ പറയുന്നുമില്ല. അപ്പം ശരി, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. 4:38 ആയിട്ടുണ്ട് രാവിലെ. ഇതിനി ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇപ്പോൾ കിടന്നുറങ്ങാനാണോ എന്തോ. അപ്പം ശരിയെങ്കിൽ ബൈ.